guys, welcome to day 2 of Delhi. Anyways, today I'm wearing a more desi style fit, so I'm going to show you a dance and you have to try to guess which song I'm dancing to. Are you ready? You got it! Good job, guys. Now I'll see you tomorrow for our next Guess the Dance video. Bye for now. Good morning, day 2. ഇന്ന് നമ്മൾ ഓൾഡ് ഡൽഹി കാണാനാണ് പോകുന്നത്. ഓൾഡ് ഡൽഹി എന്ന് പറയുന്നത് ന്യൂ ഡൽഹിയിൽ നിന്ന് വളരെ വ്യത്യാസമുള്ള ഒരു ഏരിയയാണ്. അതായത് പഴയ ദില്ലി. അവിടെ ജമാ മസ്ജിദിൻ്റെ അടുത്ത് ചാന്ദിനി ചൗക്ക് എന്ന പേരുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയത്. അവിടെ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഒരു റിക്ഷ റൈഡിലേക്കാണ് പോയത്. 2 റിക്ഷകളിലായിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. ഇപ്പം ഞങ്ങളിരിക്കുന്ന റിക്ഷയുടെ ഫ്രണ്ടിൽ അപ്പയും ജിയോയും പോകുന്നത് കാണാം. അവിടുത്തെ റോഡുകളെല്ലാം ഭയങ്കര നാരോ ആയ കാരണം ശരിക്കും പറഞ്ഞാൽ ഈ റിക്ഷ റൈഡാണ് നല്ല പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളത്. അതായത് എല്ലാ ചെറിയ വഴികളിലൂടെയും ഈ റിക്ഷകൾക്ക് പോകാൻ പറ്റുമായിരുന്നു. റിക്ഷ ഡ്രൈവ്. ഇതാണോ കേബിള്? അയ്യോ കുറയാൻ. ഇടയ്ക്ക് നിർത്തി ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ ഈ റിക്ഷയിൽ പോകുന്നുണ്ടായിരുന്നത് കേട്ടോ. ജ്വല്ലറീസിൻ്റെയും ക്ലോത്ത്സിൻ്റെയും എല്ലാം ഹോൾസെയിൽ കടകളായിരുന്നു അവിടെ 2 വശങ്ങളിലും ഉണ്ടായിരുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ ആയിരുന്ന കാരണം ആ കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് അവരുടെ സ്പൈസ് മാർക്കറ്റ്. ധാരാളം ആളുകൾ വന്നിട്ട് ലാർജ് സ്കെയിലിലൊക്കെ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്നത് ഞാൻ കണ്ടു. പിന്നെ അവിടെ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, എല്ലാതരം സ്പൈസസും എല്ലാം അവരവിടെ ഓരോ ചാക്കിലൊക്കെ ആക്കി ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. ശരിക്കും അന്ന് അവിടെ കണ്ടത് ദില്ലിയിലെ സാധാരണക്കാരുടെ പച്ചയായ ജീവിതമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോയത് ജൈന മതക്കാരുടെ ടെമ്പിൾ കാണാനായിരുന്നു. അവിടെ കയറുന്നതിനായിട്ട് നമ്മളെല്ലാവരും ചെരുപ്പ് അഴിച്ചു വെച്ചിട്ടാണ് കയറിയത്. അവിടുത്തെ എസ്തെറ്റിക്സ് അടിപൊളിയായിരുന്നു. എല്ലാ ഭാഗവും ഓരോ ഫോട്ടോ പോയിന്റുകളായിരുന്നു. ഓരോ മുക്കും മൂലയും അതിമനോഹരമായിട്ടാണ് അവരെ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോവും, ആരുടെ തലയിലാണാവോ ഇത്രയധികം വിദ്യകളുണ്ടായിരുന്നതെന്ന്. ശരിക്കും വേറെ ഏതോ ലോകത്തെത്തിയ ഒരു ഫീലായിരുന്നു. അവരുടെ ദൈവങ്ങളുടെ രൂപങ്ങളെല്ലാം അവർ കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. പുറത്തുനിന്ന് നമ്മൾ നോക്കിയപ്പോൾ ആകെ ഒരു വാതിൽ മാത്രമായിരുന്നു കണ്ടത്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഈ ജൈന ടെമ്പിൾ ഒരു 3 നിലകളിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടേക്ക് കയറുന്നതിനായി പ്രത്യേകിച്ച് എൻട്രി ഫീ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ അവർ ഡൊണേഷൻ ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവിടെ ഡൊണേറ്റ് ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്ന ഈ പൈസ കൊണ്ടായിരുന്നു അവരവിടെ റൺ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. നമ്മളവിടെ നടക്കുമ്പോൾ തന്നെ അവിടെ കുറേ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടുള്ള അവരുടെ സ്വാമിമാരിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാമായിരുന്നു. ഇത് ഏറ്റവും മുകളിലത്തെ നിലയാണ്. അവിടുത്തെ എല്ലാ വോളും ഇങ്ങനെയായിരുന്നു. നമ്മുടെ കൂടെ ഒരാൾ ഫുൾ ടൈം നിന്ന് നമുക്ക് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ തന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കിളി പോയ അവസ്ഥയെ. കാരണം ഹിസ്റ്ററി എന്ന് പറയുന്നത് എനിക്ക് അന്ന് ഇന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. ഇതാണ് ഇതെന്താ രാജ്ഘട്ട്, മഹാത്മാഗാന്ധിയുടെ ടൂമ്പ്. അവിടെ ഇതൊക്കെ ഉണ്ടല്ലോ, ഫയറൊക്കെ ഉണ്ടല്ലോ.
ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇതിന് നേരെ മുന്നിലായിട്ടാണ് രാഷ്ട്രപതി ഭവൻ ഉള്ളത്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നമ്മളെ അവിടേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞെങ്കിലും എന്തോ ചില സെക്യൂരിറ്റി റീസൺസ് കാരണം അവിടെ കാറ് പാർക്ക് ചെയ്യാൻ നമുക്കന്ന് പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ പോയത് നേരെ സരോജിനി മാർക്കറ്റിലേക്കാണ്. അന്ന് ഞങ്ങളെടുത്ത ഏറ്റവും തെറ്റായൊരു തീരുമാനമായിരുന്നു അപ്പോൾ അവിടേക്ക് പോകാമെന്നുള്ളത്. വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടി പോയ ഞങ്ങൾ ഇനി ഒരിക്കലും അവിടേക്ക് പോകില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് തിരിച്ചു വന്നത്. കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. നമ്മൾ ആ മാർക്കറ്റിലേക്ക് കാല് വെച്ചതേ നമുക്ക് ഓർമ്മയുള്ളൂ. പിന്നെ നമ്മൾ ആ ഒരു ഫ്ലോയിൽ നമ്മൾ ആരൊക്കെയോ തള്ളിയും ഉന്തിയും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നത്തെ ദിവസം ഞങ്ങൾ വളരെയധികം ടയേർഡായി. പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഷോപ്പിംഗ് എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് സരോജിനി നഗർ മാർക്കറ്റിലേക്ക് പോയെങ്കിലും അവിടുത്തെ ക്രൗഡ് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്കതിനൊപ്പം ഷോപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന്. കാരണം നമുക്ക് ഒന്നാമത് ലാംഗ്വേജ് അറിയില്ലായിരുന്നു. നല്ല ബാർഗെയിനിങ് ചെയ്ത് സാധനങ്ങൾ വാങ്ങിക്കേണ്ട ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവിടുന്ന് ഒരു ബാഗ് മാത്രമാണ് വാങ്ങിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ശരിക്കും നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ. പക്ഷേ അതൊന്നും നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല, കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു. അറ്റ് സം പോയിൻ്റ് എൻ്റെ ഫോൺ ആരെങ്കിലും എടുത്ത് തട്ടിപ്പറിച്ച് പോകുമെന്ന് വരെ എനിക്ക് പേടിയായി. അപ്പോൾ എനിക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതോടുകൂടി ഞങ്ങളെല്ലാവരും ടയേർഡായി. അങ്ങനെ ഞങ്ങളുടെ ഡേ 2 അവിടെ അവസാനിക്കുകയാണ്.